അടിപൊളി. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ റൈസ്. അങ്ങനെ പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കി ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പൊ ബിരിയാണി ഉച്ചയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബിരിയാണിയല്ലേ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഒരു ബിരിയാണി മസാല ഇവിടെ ഇരിക്കുന്നു. അത് ഇട്ടിട്ട് വഴറ്റി ചിക്കനും ഇട്ടാൽ അടച്ചു വെക്കുക, പരിപാടി ചെയ്യുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളവും ഒക്കെ അടിയിലുണ്ട്. അപ്പോൾ ആ സ്റ്റീമിൽ ബിരിയാണി റൈസ് ഒന്ന് നല്ലതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഫുൾ കുക്കായിട്ട് വരും. അതിൻ്റെ മുകളിലോട്ട് ബിരിയാണി റൈസ് ഇടാൻ പോവുക. 1 കിലോ ചിക്കൻ കട്ട് ചെയ്തെടുത്തു. ഇത് 2 കപ്പ് ജീരകശാല റൈസാണ്. ഈ കപ്പിന് 2 കപ്പ്. അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുവാണ്. ഏകദേശം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. മാരിനേറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ബിരിയാണിയുടെ റൈസിൻ്റെ പരിപാടികൾ ആദ്യം ചെയ്യാം. റൈസ് വെള്ളം ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? കുറച്ച് നെയ്യാണ് എടുക്കുന്നത്. നെയ്യിട്ടാലേ ബിരിയാണിക്കൊക്കെ രുചിയുള്ളൂ. ഞാൻ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ നെയ്യ് ഇട്ടാൽ മതി. ഇതിൻ്റെ വെള്ളം അങ്ങ് പറ്റി ഒന്ന് ഡ്രൈ ആവണം. ഇപ്പോൾ ഇത് കണ്ടോ, ഈ റൈസ് നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. ചെറിയൊരു സൗണ്ട് കേട്ടോ, ഇങ്ങനെ പൊട്ടണേ. അപ്പം അതാണ് അതിൻ്റെ പാകം. കപ്പിന് 2 കപ്പാണല്ലോ നമ്മൾ അരി എടുത്തത്. അപ്പം കൃത്യം ഇരട്ടി വെള്ളമാണ് ഒഴിക്കുന്നത്. ഓരോ അരിയുടെ വേവ് പോലെ ഇരിക്കും. ഈ അരി ഞാൻ നേരത്തെ ഉണ്ടാക്കിയപ്പോഴും ഇത്രയും വെള്ളം ഒഴിച്ചാലാണ് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കായി വരുന്നത്. 4 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി 1 ടീസ്പൂൺ ഉപ്പിടണം. ഉപ്പിട്ടു. ഇനി 2 ബേ ലീവ്സും കൂടെ ഇടാൻ പോവാം. 2 3 ബേ ലീവ്സും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ റൈസ് ഇടും. ഒന്ന് ഇളക്കട്ടെ. പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒന്നും ഞാൻ ഇടുന്നില്ല. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൈസിൻ്റെ കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു രസമില്ല. അപ്പം ഞാൻ ബേ ലീവ്സ് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് റൈസ് ഇട്ട് വെന്ത് കഴിയുമ്പോൾ ആ ബേ ലീവ്സ് എടുത്ത് മാറ്റുകയും ചെയ്യും. പിന്നെ നമ്മൾ ചിക്കനിൽ എല്ലാ മസാലകളും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലൊത്തിരി സ്പൈസസ് ഇടുന്നില്ല. ഇനി വെള്ളം തിളക്കട്ടെ. അപ്പം വെള്ളം തിളച്ചു. റൈസ് ഇടാൻ പോവാണ്. അപ്പം ഇതിവിടെ അടച്ചു വെച്ചു. ഇനി ചിക്കൻ്റെ പണി തുടങ്ങാൻ പോവാണ്. പാൻ അടുപ്പത്ത് വെച്ചു. ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഓയിൽ ഒഴിക്കും കേട്ടോ. ഓയിലൊഴിച്ചു. ഇനി ഉള്ളിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ചൂടായിട്ടിടാം. നമ്മൾ റൈസ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇനി കുറച്ച് നേരം കൂടെ ഇരുന്നാൽ ഇത് ആവും. ഇപ്പോൾ ഓയിൽ ചൂടായി. സവാള ഇടാൻ പോവാണ്. ഇത് കുറച്ച് വറുത്ത് മാറ്റിയിട്ട് ബാക്കി ഈ പാത്രത്തിൽ തന്നെയാണ് ചിക്കൻ ഉണ്ടാക്കുന്നത്. ആദ്യം ഈ ഓയിലൊന്ന് ഈ സവാളയൊന്ന് വറുത്ത് മാറ്റണം. അത് മുകളിലിടാനുള്ള സവാളയാണ്. സവാള ഇങ്ങനെ കിടന്ന് വഴലുവാണ്. ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഞാനിത് എടുത്ത് മാറ്റും. ഇത് വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് വെള്ളം പറ്റി. ഇതുണ്ടോ, ഇതൊരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓഫ് ചെയ്ത് ഇതിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇനി ഇത് ദം ചെയ്യുമ്പോൾ അതിൻ്റെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് അന്നേരമാണ് വെന്ത് വരുന്നത്. അപ്പോൾ ഈ ഉള്ളി വഴന്ന സമയം കൊണ്ട് ഞാൻ ഒരു സാലഡ് അങ്ങ് ഉണ്ടാക്കി വെക്കുക. അതേ ഞാൻ സവാള, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഞാൻ ഏകദേശം 1 കപ്പ് തൈരിട്ടു. ഇനി ഞാൻ കുറച്ച് ചാറ്റ് മസാല ഇടുന്നുണ്ട്. അപ്പോൾ അത് നല്ല രുചിയാണ്. ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കുമ്പോൾ ഈ ചാറ്റ് മസാലയും കൂടെ ഇട്ടിട്ടുള്ള സാലഡാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചെറുതായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. സാലഡ് റെഡിയായി.
ഉള്ളിയൊക്കെ വറുത്ത് കോരി. ഇനി ഞാൻ ആ എണ്ണയിൽ തന്നെ ചിക്കൻ ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മാറ്റുവാണ്. ഒത്തിരി ഡ്രൈ ആവരുത്, പെട്ടെന്ന് തന്നെ ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റണം. അപ്പോൾ അത് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി ആ പാനിലേക്ക് തന്നെ സവാള ഇടുക. ഒരുവിധം ഒന്ന് വാടി. ഇനി ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ പോവാം. 1 ടീസ്പൂൺ. പച്ചപ്പുത്തൊക്കെ മാറി ഏകദേശം മൂത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ബിരിയാണി മസാല ഇടാൻ പോവാം. അത് 1 ടേബിൾ സ്പൂൺ ഇടണം. ഇനി അതൊന്ന് ഒന്ന് വഴറ്റി ഒന്ന് മൂത്ത് കഴിയുമ്പം കുറച്ച് തൈര് ഒഴിക്കണം. സമയമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ബിരിയാണിയാണ്. ഇത് മൂത്തു. ഇനി ഞാൻ തൈര് ഒഴിക്കാൻ പോവാം. 1/2 കപ്പ് തൈര് ഒഴിക്കണം. ഇച്ചിരി നല്ലൊരു ഗ്രേവി പോലെ കിട്ടും. അപ്പൊ തൈര് കൂടെ ഒഴിച്ച് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഞാൻ ചിക്കൻ ഇടാൻ പോവാം. ചിക്കൻ ഇടാറായി. ചിക്കൻ ഇടുക. ഇത് ഇളക്കി അടച്ചു വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെച്ചു. ഇനി അത് സ്ലോ കുക്കിങ്ങിലൊന്ന് വെന്ത് വരണം. നമ്മുടെ ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉള്ളി വറുത്തത് കുറച്ചിടാൻ പോവാണ്. ഇത് കുറച്ചിങ്ങനെ പൊടിച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഇടുക. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി അത് കുറച്ചുകൂടെ നേരം നിന്നുകൊണ്ട് ഒന്നാവട്ടെ. ഇത് കുറച്ച് മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്. എൻ്റെ കയ്യിൽ പുതിനയില ഇല്ല കേട്ടോ. മിന്റ് ലീവ്സ് ഇല്ല, ഞാൻ മേടിച്ചില്ല, മറന്നു. ഇവിടെ ഈ സമ്മറിലാണ് ഈ ഇഷ്ടം പോലെ പുറത്ത് ഈ മിന്റ് ലീവ്സ് ഉണ്ടാവും. ഇപ്പം തണുപ്പല്ലേ, എല്ലാം പോയി. ഇനി സമ്മർ വരുമ്പോൾ എല്ലാം ഉയർത്തെഴുന്നേറ്റ് വരും. അപ്പോൾ ഇഷ്ടം പോലെ പുറത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. ഈ ബിരിയാണി റൈസ് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ചെറു തീയിൽ വെച്ച് ദം ചെയ്യാൻ പോവാം. ഇങ്ങനെയാണ് അത് ഇരിക്കണത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളവും ഒക്കെ അടിയിലുണ്ട്. അപ്പോൾ ആ സ്റ്റീമിൽ ബിരിയാണി റൈസ് ഒന്ന് നല്ലതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഫുൾ കുക്കായിട്ട് വരും. അതിൻ്റെ മുകളിലോട്ട് ബിരിയാണി റൈസ് ഇടാൻ പോവുക. ഇതിൻ്റെ ബേ ലീവ്സ് ഒക്കെ എടുത്ത് മാറ്റുക. ബിരിയാണി റൈസ് ഇതിലേക്ക് ഇടുക. ഇനി കുറച്ച് മല്ലിയില, കുറച്ച് ഉള്ളി വറുത്തത്, മല്ലിയില എല്ലാം ഇടാൻ പോവാണ്. ഉള്ളി വറുത്തത് ഇട്ടു, മല്ലിയില, 1/4 കപ്പ് പാലില് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മുടെ ഈ ബിരിയാണിയുടെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ദമ്മായിട്ടിരിക്കട്ടെ. കുറച്ച് ബട്ടറും കൂടെ ഇടണം. അതിനെ മറന്നു. ബട്ടർ കട്ട് ചെയ്ത് കുറച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി. ഇത് നല്ലതായിട്ട് സ്റ്റീം വന്നു, ബട്ടറൊക്കെ മെൽറ്റായി. ഞാനിതൊന്ന് ഇങ്ങനെ ഇളക്കി നോക്കാം. ഓ അടിപൊളി, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ റൈസ്. അപ്പം അത് കണ്ടില്ലേ, പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കിയത്. ഞാൻ ആകെ 2 പാത്രം എടുത്തോളൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.